ഒരു സമുദായം തെരുവോരങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നതിൻ്റെ കാരണം ഇവിടെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയൊന്നും തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തുന്ന ഒരു ജനവിഭാഗമല്ല ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത്. നമ്മളുടെ ആത്മാഭിമാനത്തെ, നമ്മളുടെ വിശ്വാസത്തെ അതിരൂക്ഷമായിട്ട് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് മറ്റുള്ള ആളുകളുടെയും പൊതു മനസാക്ഷിയുടെയും ഭരണാധികാരികളുടെയും മുൻപിലെത്തിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ചില ചെറിയ ചെറിയ ഒത്തുകൂടലുകൾ നമ്മൾ നടത്തേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുക. ഇന്നലെ പൂഞ്ഞാർ പള്ളിയിൽ ഉണ്ടായിട്ടുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള സംഭവത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ പൂഞ്ഞാർ പള്ളി പരിസരത്ത് ഇതിനു മുമ്പും സമാനമായ രീതിയിൽ നമ്മളുടെ വിശ്വാസത്തെ അവഹേളിക്കുന്ന പലവിധ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചരിത്രവും നമ്മൾ വിസ്മരിച്ചുകൂടാ. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് പൂഞ്ഞാർ പള്ളിയോട് ചേർന്നുള്ള പള്ളിയുടേതായിട്ടുള്ള മലമേടയിലുള്ള കുരിശിന്റെ മുകളിൽ ഒരു പറ്റം യുവാക്കൾ കയറിയിരുന്ന ഫോട്ടോ എടുത്തു എന്ന് മാത്രമല്ല, വിവിധങ്ങളായിട്ടുള്ള ആംഗ്യങ്ങളും വിവിധങ്ങളായിട്ടുള്ള എഴുത്തുകളും നടത്തി ആ കുരിശിനെ അവഹേളിച്ചതിന്റെ ചിത്രമൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞതാ. നമ്മൾ വളരെ നിശബ്ദമായിട്ട് അതിനോട് പ്രതികരിക്കുകയുണ്ടായി. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പിള്ളേരല്ലേ, അവര് ചെറിയ 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 ചാബല്യങ്ങളൊക്കെ കാണിച്ചു, പോട്ടെ ക്ഷമിച്ചുകളായി എന്ന് പറഞ്ഞപ്പോൾ അത്രയുമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അത് വിട്ടുകളഞ്ഞ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഈരാറ്റുപേട്ടയിലും പൂഞ്ഞാറിലുമൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവർക്കറിയാം, ആ വാഹനങ്ങളിൽ അരുവിത്ര എന്നുള്ള ഒരു പേര് പറഞ്ഞാൽ ആ അരുവിത്ര എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് ഈരാറ്റുപേട്ട എന്ന് പറയണമെന്ന് നിർബന്ധപൂർവ്വം ശഠിക്കുന്ന ഒരു ജനസമൂഹം ഉണ്ടായി എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഇങ്ങനെ നമ്മളുടെ ആളുകളോട് നമ്മളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് ഒരു കൂട്ടം ഗൂഢശക്തികൾ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ശ്രമത്തിന്റെ ഒരു തുടർച്ചയാണോ ഇന്ന് പൂഞ്ഞാർ പള്ളിയുടെ അങ്കണത്തിൽ നടന്നതെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പള്ളിമേടയിൽ, നമ്മളുടെ പള്ളിമുറ്റത്ത് വളരെ ആഭാസകരമായിട്ട് വാഹനം റേസ് ചെയ്ത് ഓടിച്ചുകൊണ്ട്, അതൊന്നോ രണ്ടോ വാഹനമല്ല, മറിച്ച് 10-24 വാഹനങ്ങൾ എന്തിനാണ് ഒരു പള്ളിമുറ്റത്ത് ഇത്രയും നേരം തമ്പടിച്ചുകൊണ്ട് അവിടെ മനഃപൂർവ്വം അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവിടെയും ചില ഗൂഢപദ്ധതികളില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുട്ടികളാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് ഇവിടെ ഒരു ഭാഷ്യം ഇന്ന് നൽകുന്നുണ്ട്. കുട്ടികളുമുണ്ട്. പക്ഷെ അവിടെയുള്ള മുതിർന്നവരെ എന്തുകൊണ്ട് നിങ്ങൾ മറന്നു കളയുന്നു? മുതിർന്ന ആളുകളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് കുട്ടികളും അവിടെ അടിഞ്ഞാടിയത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ നാട്ടിലെ ഒരു ജനവിഭാഗത്തെ ബോധപൂർവമായിട്ട് ആക്രമിക്കുവാനായിട്ടുള്ള ചില നിഗൂഢ ശക്തികളുടെ ശ്രമങ്ങൾ ഇതിന്റെയൊക്കെ പിന്നിലുണ്ടോ എന്ന് സംശയിച്ചാൽ ആ സംശയത്തിന് ഉത്തരം നൽകുവാനായിട്ട് ഈ നാട്ടിലെ അധികാരി വർഗത്തിന് ബാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ ഒന്നു ചേർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് പൂഞ്ഞാറിലെ മാത്രം സംഭവമല്ല. അങ്ങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള അധിനിവേശങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മറന്നുകൂടാ. അത് പള്ളിമുറ്റത്താണെങ്കിലും നാളെ അത് പള്ളിക്കുള്ളിലേക്ക് കയറുവാൻ അവർ മടിക്കില്ല. നാളുകളിൽ അത് നമ്മളുടെ വീടുകളിലേക്ക് കയറി വരുവാനായിട്ടും മടിക്കില്ല എന്നുള്ള ഒരു ഭീഷണി ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ വിവിധങ്ങളായിട്ടുള്ള ചർച്ചകൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ലവ് ജിഹാദെന്നോ നാർക്കോട്ടിക് ജിഹാദെന്നോ പ്രണയക്കുരുതികളെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ചില വേദനകൾ പങ്കുവെക്കുന്നത്, ആ പങ്കുവെക്കുന്ന വേദനകളെല്ലാം ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാ, നമ്മളുടെ സമുദായത്തിലുള്ള ആളുകളാ വേദനിക്കുന്ന ആളുകൾ. ആ വേദനിപ്പിക്കുന്ന ആളുകളോ വേറെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മളുടെ കുടുംബങ്ങളിലേക്ക് വരെ കടന്നു വരുവാനായിട്ട് ഈ നാട്ടിൽ ലക്ഷ്യത്തിൽ സാധിക്കുന്നുണ്ടായെങ്കിൽ അത് ഇനി നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ആർജവം ഈ സമുദായം കാണിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് കടന്നു വന്നിരിക്കുന്നത്.
സൂചിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അത് ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ ഭരണാധികാരികളുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ മൗനമായിട്ടുള്ള പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടോ എന്നും നമ്മൾ ചില വേളകളിലുമൊക്കെ ചിന്തിക്കേണ്ട സാഹചര്യങ്ങൾ ഇന്നിവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവർ ഉറപ്പിക്കും. ആ വോട്ട് ബാങ്ക് അധിഷ്ഠിതമായിക്കൊണ്ട് ആളുകളെ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുകയോ ആളുകളെ പരസ്പരം മത്സരിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ കണികളിൽ വീഴാതിരിക്കുവാനുള്ള ആർജവത്വം നമ്മളുടെ സമുദായം കാണിക്കേണ്ടിയിരിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്കാണ് ഇന്ന് ഈ കേരള സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരെയും സമഭാവനയോട് കാണുന്ന, എല്ലാവരോടും സ്നേഹത്തോട് വർത്തിക്കുന്ന ഒരു സമുദായമാണ് ഇന്ന് ഈ കേരളത്തിലെ, ഭാരതത്തിലെ നമ്മുടെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. മാറ്റമില്ല, നാളുകളിൽ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ നമുക്കിവിടെ ജീവിക്കാനായിട്ടുള്ള അവകാശം സാധിച്ചു നൽകുവാനായിട്ട് ഈ നാട്ടിലെ അധികാരികൾക്ക് ബാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. ഭാരതത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഭരണഘടനാപരമായിട്ടുള്ള അവകാശം, ഓരോ പൗരനുമുള്ള തുല്യ അവകാശം അത് ലഭിക്കുവാനായിട്ട് ഈ നാട്ടിലെ ഹൈന്ദവനും ഈ നാട്ടിലെ മുസൽമാനും അതുപോലെ തന്നെ ഈ നാട്ടിലെ ക്രൈസ്തവനും അവകാശമുണ്ടെന്നുള്ള ചിന്തിക്കുമ്പോൾ അത് നൽകുവാനായിട്ടുള്ള ബാധ്യത ഭരണാധികാരികൾ കാണിക്കുന്നില്ല എങ്കിൽ അവരുടെ മുമ്പേ ചോദ്യചിഹ്നങ്ങളായി കടന്നു വന്നുകൊണ്ട് ചോദ്യങ്ങൾ എറിഞ്ഞുകൊണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ആർജവം കാണിക്കുവാനായിട്ട് നാളുകളിൽ ഈ സമുദായം കടന്നു വരുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളുടെ ഈ ചെറിയതുമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുവാനായിട്ട് പോകുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ കേരളത്തിലായിക്കൊള്ളട്ടെ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊള്ളട്ടെ, മണിപ്പൂരിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മണിപ്പൂരിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ഗൂഢോദ്ദേശത്തോടുള്ള ഒരാക്രമണം ഉണ്ടായി എന്നുള്ളത് നമ്മൾ വിസ്മരിക്കുന്നില്ല. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ, പല പേരുകളിൽ, പല രീതികളിൽ നമ്മളുടെ സമുദായം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പീഡനങ്ങളെയും കണ്ടില്ല എന്ന് നടിക്കുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഈ അടുത്ത പ്രദേശങ്ങളിൽ നമ്മളുടെ സമൂഹത്തിലുള്ള ആളുകൾ, നമ്മളുടെ സമുദായ അംഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ നാളുകളിലൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്, മലയോര മേഖലയിലെ നമ്മളുടെ സമുദായ, നമ്മളുടെ കർഷകർ അഭിമുഖീകരിക്കുന്ന വേദനകളും ഈ കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഈ രാമപുരത്തു നിന്നും പാലായിൽ നിന്നും കോട്ടയത്തു നിന്നൊക്കെ മലബാറിന്റെയും ഹൈറേഞ്ചിന്റെയും മലമടക്കുകളിലേക്ക് കുടിയേറി പാർത്ത കർഷകർ, നമ്മളുടെ സഹോദരങ്ങളായിട്ടുള്ള, നമ്മളുടെ രക്തമായിട്ടുള്ള ആളുകൾ ഈ നാളുകളിലൊക്കെ അനുഭവിക്കുന്ന ക്രൂരത, അത് വന്യമൃഗങ്ങളുടെ രൂപത്തിലായിക്കൊള്ളട്ടെ, കാർഷികോൽപ്പന്നങ്ങളുടെ തകർച്ചയായിക്കൊള്ളട്ടെ, ബഫർ സോണിന്റെ രൂപത്തിലായിക്കൊള്ളട്ടെ, നമ്മളുടെ ആളുകളെ നിർബന്ധപൂർവ്വം ഈ ഹൈറേഞ്ചിന്റെയും മലബാറിന്റെയും മലമടക്കുകളിലേക്ക് ഈ സംസ്ഥാനത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ കൂട്ടിക്കൊണ്ടുപോയി കുടിയേറി പാർപ്പിച്ച ഒരു ഗവൺമെന്റ് ഇന്ന് ബോധപൂർവം ഇത്തരത്തിലുള്ള കിരാത നിയമങ്ങളിലൂടെ അവരെ പീഡിപ്പിച്ചുകൊണ്ട് അവിടുന്ന് കുടിയിറക്കുവാനായിട്ട്, അവരെ കയ്യേറ്റക്കാരെ ചിത്രീകരിച്ചുകൊണ്ട് കുടിയിറക്കുവാനായിട്ട് കർഷകരെ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതും നമ്മളുടെ സമുദായം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. ആരായ ആ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്? അതും ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ഭരണാധികാരികളാ. ഈ ഭരണാധികാരികളുടെ വികലമായിട്ടുള്ള നയങ്ങളുടെ പരിണത ഫലമാണ് എന്നുള്ളതിൽ ഞാൻ സംശയമില്ല. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയായിക്കൊള്ളട്ടെ, ന്യൂനപക്ഷ മേഖലയായിക്കൊള്ളട്ടെ, കേരളത്തിന്റെ ഏത് മേഖല എടുത്താലും അവിടെ ഒരു സമുദായത്തെ ഒറ്റതിരിഞ്ഞാക്രമിച്ച് ഒറ്റപ്പെടുത്താമെന്ന് വ്യാമോഹിച്ചാൽ അത് നടക്കില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളുടെ സമുദായത്തിന്റെ ഇന്നത്തെ സാമൂഹികമായിട്ടുള്ള ഈ സുസ്ഥിതിക്കും വളർച്ചയ്ക്കും കാരണം നമ്മളുടെ സഭയും നമ്മളുടെ സമുദായവും കാലങ്ങളായിട്ട് ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്ന ആ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമൂഹ്യ നിർമ്മിതിയ നമ്മുടെ സഭാപിതാക്കന്മാരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹം അത് യഥാർത്ഥ വിശ്വാസ സമൂഹമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സഭയെയും സഭാധികാരികളെയും വിശ്വാസികളെയും രണ്ട് തട്ടിലാക്കി മാറ്റിക്കൊണ്ട് അവർ വേറെയാണ്, ഇവർ വേറെയാണ് ചിത്രീകരിച്ചുകൊണ്ട് അവരെ ഒറ്റതിരിഞ്ഞാക്രമിച്ചാൽ ഇവർക്ക് സന്തോഷമാകുമെന്നും അവരെ ഒറ്റതിരിഞ്ഞാക്രമിച്ചാൽ ഇവരൊന്നും പറയില്ല എന്നും ചിന്തിക്കുന്ന ചില മൂഢന്മാർ നടത്തുന്ന ചില പ്രവർത്തനങ്ങളെ കയ്യും കെട്ടി നോക്കിയിരിക്കുവാനായിട്ട് ഈ നാട്ടിലെ വിശ്വാസികൾക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം നമ്മുടെ അഭിമന്യ പാലാ പിതാവ്, അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചൊരു വാക്ക് ഒരു പള്ളിയിലെ പ്രസംഗത്തിൽ പ്രസംഗിച്ചപ്പോൾ അന്ന് ഈ ഉണ്ടായ കോലാഹലങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടത് വലതു തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പലതരത്തിലുള്ള പ്രകടനങ്ങളും പ്രകമ്പനം നടത്തിക്കൊണ്ട്
നമ്മളുടെ സമുദായത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിൽ അദ്ദേഹം എന്ന് പറഞ്ഞ നർക്കോട്ടിക് ജിഹാദിന്റെ ആ ഭീകരതയുടെ ഒരു തുടർച്ചയാണ് ഇന്നലെ ഈ പൂഞ്ഞാറ് കണ്ടത്. അത് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നരനായാട്ടിന്റെയും മയക്കുമരുന്ന് കച്ചവടത്തിന്റെയും ഒക്കെ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ പിതാക്കന്മാർ ഈ സമൂഹത്തിൽ നൽകിയിരിക്കുന്ന മാർഗദർശനത്തെ പോലും അത് സമുദായങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ അതിനെതിരെ പ്രകടിപ്പിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു വിഭാഗം, അത് ഇതര വിഭാഗം ഞാൻ പറയുന്നില്ല, ചില സംഘടിത ശക്തികൾ, ഒരുപക്ഷെ അവർ ചില തീവ്രവാദികളായിരിക്കാം, ചില രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കാം, ആരായാലും അവർക്ക് ഈ സമൂഹം മാപ്പ് നൽകില്ല എന്ന് പ്രഖ്യാപിക്കുവാനായിട്ട് കത്തോലിക്ക കോൺഗ്രസും ഈ സമ്മേളനവും ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പൂഞ്ഞാറിന്റെ മണ്ണിൽ ഒരു കൂട്ടം ആളുകൾ ഇന്നലെ ഒരു മണിയടിച്ചപ്പോൾ, പള്ളിയിൽ കൂട്ടമണി അടിച്ചപ്പോൾ കടന്നു വരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒറ്റ കൂട്ടമണിയിൽ ആയിരങ്ങൾ പങ്കെടുത്തുവെങ്കിൽ പതിനായിരങ്ങളെയല്ല ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾക്ക് നീതി ലഭ്യമാകുവാനായിട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരവും എല്ലാ ശക്തിയും തന്റെ ഇടവും നമ്മളുടെ സഭയ്ക്കും നമ്മുടെ സമുദായത്തിനുമുണ്ട് എന്ന് എല്ലാവരും ഓർത്താൽ നന്നായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മലയോര മേഖലകളിൽ മണ്ണിനോടും മലമ്പാമ്പിനോടും മല്ലടിച്ചുകൊണ്ട് മലയോര കർഷകർ ഈ നാട്ടിലെ കാർഷിക മേഖലയെ, മലയോര മേഖലയെ പൊന്നുമുളയ്ക്കുന്ന ഭൂമിയാക്കി മാറ്റിയിട്ടുണ്ടായെങ്കിൽ അന്ന് ഈ കർഷകർക്ക് നേരെ കടന്നു വന്ന കാട്ടാനകളെയും കാട്ടുപന്നികളെയും ഒക്കെ ആക്രമിക്കുകയും കാട്ടുപന്നികളൊക്കെ ഉന്മൂലനം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടായെങ്കിൽ അവരുടെ പിൻതലമുറക്കാരായിട്ടുള്ള ഇന്നിലെ കർഷകരും സമുദായങ്ങൾക്കും നമ്മളുടെ സമുദായത്തിന് നേരെ വരുന്ന ഇത്തരം വിരൽച്ചുടലുകളെ തിരിച്ചറിയുവാനായിട്ടും അന്ന് കാട്ടുപന്നിയുടെ രൂപത്തിലാണെങ്കിൽ ഇന്ന് നാട്ടുപന്നികളുടെയോ കള്ളപ്പന്നികളുടെയോ രൂപത്തിൽ കടന്നു വന്നാൽ പോലും അതിനെ തിരിച്ചറിയുവാനായിട്ടും അതിനെ പ്രതിരോധിക്കുവാനായിട്ടും വേണ്ടി വന്നാൽ അതിനെതിരെ ശബ്ദമുയർത്തുവാനായിട്ടും അതിനെതിരെ പ്രവർത്തിക്കുവാനായിട്ടുള്ള ആർജവത്വവും കരുത്തും തന്റേടവും നമ്മുടെ സമൂഹത്തിലുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പൂഞ്ഞാർ സംഭവത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖവും പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ എല്ലാവരുടെയും വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാളുകളിൽ ഒരുമിച്ച് നിൽക്കുവാനായിട്ട് കൊടിയുടെ നിറമില്ലാതെ, കൊടിയുടെ കളറില്ലാതെ, രാഷ്ട്രീയത്തിന്റെ ഭാവമില്ലാതെ നമ്മളുടെ സമുദായങ്ങൾ ഒരുവൻ ഒരു വിഷമമുണ്ടായാൽ പരസ്പരം ചോദിച്ചുകൊണ്ട് ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വരുവാനായിട്ടുള്ള സാഹോദര്യ മനോഭാവം ഈ നാട്ടിലെ മുഴുവൻ സഹോദരന്മാരും കാണിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് കത്തോലിക്ക കോൺഗ്രസ്.